ഹായ് എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിലെ ഡച്ചുകാരുടെ വരവും അത് റിലേറ്റ് ചെയ്ത ഇൻഫോർമേഷൻസും ആണ്. ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് AD 1595-ലാണ്. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളും ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തികളും ഡച്ചുകാരാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ വന്നതിന് ശേഷം പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലം പിടിച്ചെടുത്തു. 1658-ലാണ് കൊല്ലം പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാർ പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഹോഗ്യൂൻസ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663-ആണ്. ഡച്ചുകാരുൾപ്പെട്ട മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം. നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാര് കാത്തലിക്ക വിഭാഗക്കാരായിരുന്നു. ഡച്ചുകാരുൾപ്പെട്ട മതവിഭാഗം പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗമാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602-ലാണ്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് 1605 മസൂലി പട്ടണത്തിലാണ്. ഡച്ചുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1602-ലാണ്. ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് 1605 മസൂരി പട്ടണത്തിലാണ്. എന്നാൽ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616-ലാണ്. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനിയായിരുന്നു ഇന്തോനേഷ്യ. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616-ലാണെന്ന് പറഞ്ഞു. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്കുവഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ നാലാമൻ. ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികളാണ് സോറാപ്പൂറും ഡാൻക്യൂബർ അല്ലെങ്കിൽ തമിഴ്നാട്. ഡെൻമാർക്കുകാര് ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷം 1620-ആണ്. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷം 1620-ആണ്. 1848 ആയപ്പോഴേക്കും ഡെൻമാർക്കുകാരുടെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലങ്ങൾ ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർക്ക് വിറ്റു. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ 1661 ഒപ്പുവെച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. ഇത് 1753 ഓഗസ്റ്റ് 15-നാണ്. ഈ ഒരു സന്ധി ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായിട്ടുള്ള ഒരു സന്ധിയാണ് മാവേലിക്കര സന്ധി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും 1753 ഓഗസ്റ്റ് 15-ന് ഒപ്പുവെച്ച സന്ധിയാണ് ഇന്ത്യയിലെ ഡച്ച് പതനത്തിന് കാരണമായത്. ഡച്ചുകാര് ഗുരുവായൂരിൽ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം സ്ഥാപിച്ചത് ഡച്ചുകാരാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10-നാണ് ഈ ഒരു യുദ്ധം നടന്നത്. യുദ്ധത്തിലൂടെ മാർത്താണ്ഡവർമ്മ തടവിലാക്കിയ കപ്പിത്താനാണ് ഡീലനോയ്. അദ്ദേഹമാണ് തുടർന്ന് തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലുള്ള ഉദയഗിരിയിലാണ്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കരുതപ്പെടുന്നത് ഹോർത്തൂസ് മലബാർക്കസ് ആണ്. സോ ഹോർത്തൂസ് മലബാർക്കസിനെ കുറിച്ചും ഡച്ചുകാരുടെ മറ്റ് സംഭാവനകളെക്കുറിച്ചും യൂറോപ്യന്മാരുടെ സംഭാവന എന്ന ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡച്ചുകാരെ കുറിച്ചാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you for watching.